Hi students, I'm Jyotika Anand. So, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ACCA ഫോർത്ത് പേപ്പർ കോർപ്പറേറ്റ് ആൻഡ് ബിസിനസ് ലോ എന്നുള്ള പേപ്പറിനെ കുറിച്ചാണ്. ഈ പേപ്പർ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാം ആൻഡ് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാം ടെക്നിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആസ് യു ഓൾ നോ, ലോ എന്ന് പറഞ്ഞ പേപ്പറിന് രണ്ട് വേരിയൻസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇംഗ്ലീഷ് ലോ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഗ്ലോബൽ ലോ. ആൻഡ് ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഗ്ലോബൽ ലോ ആണ്. ഔട്ട് ഓഫ് ദി 13 പേപ്പേഴ്സ് ഇൻ ACCA, വൺ ഓഫ് ദി ഈസിയസ്റ്റ് പേപ്പർ ആണ് ലോ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം റീസെന്റ് ആയിട്ടുള്ള പാസ് റേറ്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലോ എന്ന് പറയുന്ന പേപ്പറിന് ഒരു 1 ഇയർ ബാക്കിൽ 82% ആയിരുന്നു പാസ് റേറ്റ്. പക്ഷെ ഇപ്പം നമ്മുടെ ലോ എന്ന് പറയുന്ന പേപ്പറിന്റെ പാസ് റേറ്റ് എന്ന് പറയുന്നത് 78% ആണ്. സോ പാസ് റേറ്റ്സ് കുറയാനുള്ള വൺ ഓഫ് ദി മേജർ റീസൺ എന്ന് പറയുന്നത് എക്സാം ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അതായത് സിലബസ് ചേഞ്ച് ഒന്നുമല്ല, പക്ഷെ എക്സാമിൽ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനിഷ്യലി ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എന്താണോ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള തിയറി ആയിരുന്നു ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പം വന്നിട്ടുള്ള ഒരു ചേഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിനാരിയോ ബേസ്ഡ് ആണ് ക്വസ്റ്റ്യൻസ്. അതായത് ഒരു സിനാരിയോ തരുന്നു, അതിനെ റിലേറ്റ് ചെയ്തിട്ട് അതിന്റെ കൺസെപ്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തരുന്നു ആൻഡ് അതിനാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. സ്റ്റുഡൻസ് ഇവിടെ ഫേസ് ചെയ്യുന്ന ഒരു മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാപ്പാഠം പഠിക്കുന്നു, അല്ലെങ്കിൽ സിലബസ് ജസ്റ്റ് കാണാപ്പാഠം പഠിക്കുന്നു. ആൻഡ് കാണാപ്പാഠം പഠിക്കുന്നത് കൊണ്ട് തന്നെ കൺസെപ്ച്വലി ടെസ്റ്റ് ചെയ്യുമ്പം ഒരിക്കലും ഇവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതാണ് ആക്ച്വലി പാസ് റേറ്റ്സ് കുറയാനുള്ള ഒരു മേജർ റീസൺ. സോ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതായത് എങ്ങനെ ഈ പേപ്പർ ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റഡി പ്ലാൻ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലോ ഒരു തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന്റെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് ഇത് ബൈ ഹാർട്ട് ചെയ്യാനാണ്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഈ ബൈ ഹാർട്ടിംഗ് എന്നുള്ള ടെക്നിക്ക് അവോയ്ഡ് ചെയ്യുക ആൻഡ് കൺസെപ്ച്വലി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. അതായത് വൺസ് നിങ്ങൾ ടോപ്പിക് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ ടോപ്പിക്സ് ഒക്കെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾ പോകേണ്ട ഒരു ഏരിയ ആണ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ്. നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസിന് 3 മെറ്റീരിയൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് കപ്ലാൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് BPP ആൻഡ് ദ ഫൈനൽ വൺ ഇസ് സ്റ്റഡി ഹബ്. ACCA സ്റ്റഡി ഹബിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സിലബസ് ഒക്കെ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, റിവിഷൻ കിറ്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുക. അതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു തുടങ്ങുക. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് റിവിഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്. അതായത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയും കിട്ടി, പ്ലസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്തു. ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫേസ് ഓഫ് റിവിഷൻ. അതായത് ലോ ഒരു തിയറി പേപ്പർ ആയതുകൊണ്ട് തന്നെ കൺസെപ്റ്റ്സ് പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കൺസെപ്റ്റ്സ് എന്ത് ചെയ്യുക, ഒന്നും കൂടെ റീവിസിറ്റ് ചെയ്യുക, പ്ലസ് അതിന്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസസ് ഒന്നും കൂടെ ചെയ്യാം. ഇത് രണ്ടും മാത്രം ചെയ്താൽ നിങ്ങൾ എക്സാം പാസ് ആവുമോ? ഇല്ല. എക്സാം ഹാളിലും അല്ലെങ്കിൽ എക്സാം എഴുതുമ്പം നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് ടെക്നിക്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് നൗ ഇപ്പം നിങ്ങൾ എക്സാം ഹാളിലാണ്. എക്സാം ഹാളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടാവും ആൻഡ് അറ്റ് ദ സെയിം ടൈം ടഫർ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം യൂഷ്വലി ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസിൽ ടഫർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് സ്റ്റുഡൻസ് ആദ്യത്തെ ഈ 10 ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അവരുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി പോവും ആൻഡ് റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഇവർക്ക് മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈസി ക്വസ്റ്റ്യൻസും ഉണ്ടാവും, ടഫ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഈ ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസ് കളയണ്ട. നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സ്കിപ്പ് ചെയ്തോളൂ ആൻഡ് ദർ വിൽ ബി ഈസി ക്വസ്റ്റ്യൻസ് ആൻഡ് യു ക്യാൻ സ്കോർ മാർക്സ് ഇൻ ദാറ്റ്. എക്സാം ഹാളിൽ കയറുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർ ടൈം മാനേജ്മെന്റ്. അതായത് നേരത്തെ പറഞ്ഞ ടെൻഷൻസും കൺഫ്യൂഷൻസും ഒക്കെ കാരണം നമ്മുടെ സ്റ്റുഡൻസിന്റെ ഒരു മേജർ ടൈം അവിടെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഈ പേപ്പർ എന്ത് ചെയ്യാം, ക്രാക്ക് ചെയ്യാം. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഡിയർ സ്റ്റുഡൻസ്.